Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവ് നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C3 vs Redmi 8A സ്പീഡ് ടെസ്റ്റ് ആണ്. ഏത് ഫോണാണ് ബെറ്റർ പെർഫോമൻസ്, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ്, ഏത് ഫോണാണ് ഫാസ്റ്റായിട്ട് ഗെയിമിങ്ങിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇവിടെ Realme C3 Helio G70 പ്രോസസ്സറായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫോണാണ്. Redmi 8A Snapdragon 439 പ്രോസസ്സറായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാം. നമ്മളൊരു റേസ് രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പെർഫോമൻസും റാം മാനേജ്മെൻറ്റൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇൻറ്റൻസീവായിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ടിലും ഏത് ഫോണാണ് ബെറ്റർ പെർഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ്. ഇപ്പോൾ രണ്ട് ഫോണുകളും 7000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സ്പീഡ് കമ്പാരിസൺ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 7000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ രണ്ട് ഫോണുകളാണ് Realme C3, Redmi 8A Dual. അതിന് നമുക്ക് ജനറൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന ഫസ്റ്റ് റൗണ്ടിലെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് റൗണ്ട് 1 മിനിറ്റ് 4 സെക്കൻഡ് കൊണ്ട് Realme C3 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റ് 14 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് Redmi 8A ഫസ്റ്റ് റൗണ്ടിന്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെന്റിലേക്ക് വരാം. റാം മാനേജ്മെന്റിലേക്ക് വരുമ്പോഴും തീർച്ചയായും വളരെ വ്യത്യാസത്തിൽ വിജയിക്കുന്നത് Realme C3 തന്നെയാണ്. 1 മിനിറ്റും 29 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് Realme C3. അതേസമയം 2 മിനിറ്റും 30 സെക്കൻഡ്, ഏകദേശം 1 മിനിറ്റിന്റെ വേരിയേഷനിലാണ് Redmi 8A ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ടിൽ ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 3 മിനിറ്റും 29 സെക്കൻഡ് കൊണ്ട് Realme C3 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം അവിടെയും Redmi 8 ഡുവൽ കുറേയും കൂടി സമയമെടുത്ത്, അതായത് 4 മിനിറ്റ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റ് നോക്കാം. ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്, ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് റാം മാനേജ്മെൻറ്റ് നടത്തുന്നതെന്ന് നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 8 മിനിറ്റും 54 സെക്കൻഡ് എടുത്തുകൊണ്ടാണ് Realme C3 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നാൽ 7 മിനിറ്റും 55 സെക്കൻഡ് മാത്രമാണ് Redmi 8 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ കൂടി ബെറ്റർ പെർഫോമൻസ് കാണുന്നത് Redmi 8ലാണ്. Realme C3യിൽ ചില സമയങ്ങളിൽ ഫോൺ ഹാങ് ആവുന്നതായിട്ടും നമ്മൾ ഈ സ്പീഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ഒരു ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ജനറൽ യൂസിലേക്ക് വരുമ്പോൾ നല്ലൊരു പെർഫോമൻസ് Realme C3ക്ക് തന്നെയാണ്. ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻ വരുമ്പോൾ Redmi 8നെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ബെറ്റർ റിസൾട്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നല്ലൊരു റാം മാനേജ്മെൻറ്റ് Redmi 8ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.